ഒരു പ്രൊജക്റ്റിന്റെ ഫിനിഷിങ്ങിൽ എങ്ങനെ ബഡ്ജറ്റ് നിയന്ത്രിക്കാം? ഈ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അത് മെറ്റീരിയൽ സെലക്ഷൻ ആണ്. നമ്മളൊരു ഫിനിഷിങ്ങിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ ആദ്യം നമുക്ക് വരുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വീടിന്റെ പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഈ പുട്ടി വർക്കിൽ നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് ഏതാണോ നമ്മൾ ചൂസ് ചെയ്യണത് അതാണ് അതിന്റെ ബഡ്ജറ്റ് നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ പെയിന്റ് ആയിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റ്, ഏത് ക്വാളിറ്റി, ഏത് ഗ്രേഡ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിന്റെ ബഡ്ജറ്റിംഗ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പെയിന്റ് പല ബ്രാൻഡുകളിൽ, പല ക്വാളിറ്റികളിൽ, പല ടെക്സ്ചറിൽ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സാധാ എമൽഷനിൽ തന്നെ അതിൽ പല ബ്രാൻഡുകൾ അവൈലബിലിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് അതിന്റെ ടെക്സ്ചർ പെയിന്റ് അവൈലബിലിറ്റി ഉണ്ട്. അതേ കാറ്റഗറിയിൽ തന്നെ അതിന്റെ ഡ്യുലക്സ് പെയിന്റ് ഉണ്ട്. 3-in-1 പെയിന്റുകൾ ഉണ്ട്. 3-in-1 പെയിന്റ് നമുക്ക് വാഷബിൾ ആയിട്ടുള്ള പെയിന്റ്. ഇതെല്ലാം പെയിന്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന പെയിന്റിന്റെ ലിറ്ററിന്റെ റേറ്റ് ആണ് നമ്മളെ ബഡ്ജറ്റ് നിയന്ത്രിക്കുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇന്റീരിയറിന്റെ കേസിൽ എല്ലാ പ്രൊഡക്റ്റിലും വേരിയേഷൻസ് ഉണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബഡ്ജറ്റിംഗ് ആണ്. ഒരേ പ്രൊഡക്റ്റിൽ തന്നെ 4-5 കാറ്റഗറീസ് വരുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് സെലക്ഷനിലാണ് നമ്മളെ ബഡ്ജറ്റിംഗ് ഇരിക്കുന്നത്. ഇത് ഞാൻ ഇന്റീരിയറിന്റെ കേസിൽ പെയിന്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മൾ ഇന്റീരിയറിന്റെ ഓരോ പ്രൊഡക്ട്സിലും നമുക്ക് ചൂസ് ചെയ്യാൻ അനവധി ചോയ്സുകൾ ഉണ്ട്. ആ ചോയ്സ് നമ്മൾ ഏതാണ് ചൂസ് ചെയ്യണത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ബഡ്ജറ്റിംഗ്.